Hello. Hi guys, welcome back to another video. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പരിപാടി എന്തൊക്കെയാണ്? ഈറ്റിംഗ് ചലഞ്ച് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. യെസ്, നമ്മളൊരു ഈറ്റിംഗ് ചലഞ്ച്. നമ്മളിപ്പോൾ വീട്ടിലിരുന്നിട്ട് നമുക്കിത് മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ കുറേ പേര് പറഞ്ഞ് എന്നോട് ഇപ്പോൾ യാത്രയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ നീഡ് ടു ക്ലിയർ ദാറ്റ് ഞാൻ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 2 മാസം ആയിട്ടേ ഉള്ളൂ. ഞാൻ വൈഫിൻ്റെ കൂടെ നിൽക്കാനായിട്ട് വന്നതാണ്. നെക്സ്റ്റ് വന്ന് തിരിച്ചോ അന്ന് മുതൽ നമ്മൾ യാത്ര തുടങ്ങുന്നതായിരിക്കും. ഇന്ന് ഇവിടെ ജയിക്കാൻ സാധ്യത ഷിങ്കുവാണ്. കാരണം എന്നെക്കാട്ടി വെയിറ്റും തീറ്റയും എല്ലാം കൂടുതൽ ഷിങ്കുവാണ്. അതുകൊണ്ട് കണ്ടില്ലേ, ഞാൻ മെലിഞ്ഞിട്ടും ഷിങ്കു ഗുണ്ടുമായിട്ടില്ല. ജയിച്ചാൽ എന്ത് തരും അതും കൂടി പറയണമല്ലോ. ജയിച്ചാല് വീട് പണി, തോക്കുന്ന ആള് വീട് പണി ചെയ്യണം ഒരാഴ്ചത്തേക്ക്. ഈ വീട്ടിലത്തെ എല്ലാ പണിയും ക്ലീനിങ് ഓക്കെ. തോക്കുന്നാണ് ഈ വീട്ടിലത്തെ ക്ലീനിങ് ഒരാഴ്ചത്തേക്ക് ഏറ്റെടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇഷ്ടപ്പെട്ടു. അപ്പൊ ഫസ്റ്റ് ഐറ്റംസിലോട്ട് പോവാം. മൊത്തം 5 ഐറ്റംസ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ സ്മോൾ നിന്ന് തുടങ്ങിയിട്ട് ഏറ്റവും ലാസ്റ്റ് ആണ് ട്വിസ്റ്റ്, ഹാർഡ് സാധനം. അത് ശിങ്കുവിന് പോലും അറിയില്ല എന്താണ്, ഞാൻ സെറ്റ് ആക്കിയതാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഐറ്റംസ് എടുക്കാം അല്ലേ? ഓക്കെ, യെസ്. അപ്പം ഫസ്റ്റ് നമ്മുടെ ചലഞ്ചിന് കൊണ്ടുവന്നിട്ടുള്ളത് ബുർഗർ. ഇതിന്റെ വിന്നർ എങ്ങനെ സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് തിന്ന് തീർക്കണം. അപ്പൊ 5 ഐറ്റംസ് ഉണ്ട്. അതില് ആരാണ് 5 ഐറ്റംസ് ഇല്ലേ? 1 2 3 4 5 ഐറ്റംസ് ഉണ്ട്. 6 ഐറ്റംസ് ഉണ്ട്. 6 7 ഐറ്റംസ് ആക്കാം നമുക്ക് വേണമെങ്കിൽ. അപ്പൊ എന്താക്കണം, ഇത് എത്ര സ്പീഡിൽ ആര് കഴിക്കുന്നത് ഒരു വിജയ്. അപ്പം പോയിന്റ്സ് കളക്ട് ചെയ്യാം. ഓക്കെ, ആയിട്ടില്ല. ആക്രമണം ഞാൻ പറഞ്ഞു 3. ഞാന് വയറ് ഉച്ചക്ക് തിന്നിട്ടില്ല, ഇപ്പൊ രാത്രി വീഡിയോ എടുക്കണേ. അതുകൊണ്ട് ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ടാ വന്നിരിക്കുന്നത്, നിങ്ങളെ തോൽപ്പിക്കാം. കാണാം നമുക്ക്. ഓക്കെ, 3 2 1. പിന്നെ കരയാനൊന്നും പാടില്ല തോറ്റിട്ട്. ഇല്ലല്ലോ, ഭർത്താവ് തോൽപ്പിച്ചെന്നുള്ള. അപ്പൊ 3 2 1 ഗോ. എന്താ ഇതെന്താ ആനക്കളിയോ? ഇവിടെ മൊത്തം ഞാൻ ഇതാക്കേണ്ടി വരും. അതല്ലേ പിടിച്ചപ്പോ വായിലൊന്നും പാടില്ല കേട്ടോ, ഫുള്ള് ഇറക്കണേ. ആനക്കളി കള്ളക്കളി ഇല്ല കേട്ടോ. പറ്റൂല, ഒന്ന് തോറ്റു തമ്മൂല, തോറ്റ് തരൂല. അപ്പൊ ഗൈസ് ഇതിനർത്ഥം എന്താ പറയുക, തെറ്റിന് അപ്പം ഞാൻ ജയിച്ചിട്ടോ. നോക്ക്, ശിങ്കു ഇത്ര ആയിട്ടേ ഉള്ളൂ. അപ്പം ഫസ്റ്റത്തെ ചലഞ്ചില് സ്പൈഡർമാൻ ജയിച്ചേ. എന്താ പറയാനുള്ളത്? ഒന്നും പറയാ, അടുത്തേക്ക് പിടിക്കാം. കണ്ണിന്നൊക്കെ ഇപ്പൊ വെള്ളം വരും കേട്ടോ. ആ കള്ളക്കറി എടുക്കൂലേ, പെൺകുട്ടികളുടെ സ്ഥിരം സ്വഭാവം തോക്കും. മൊത്തം തിന്നണോ? അത് ജയിച്ചില്ലേ, അത് മാറ്റിട്ടോ. അടുത്തേക്ക് പിടിക്കാം. യെസ്. അപ്പൊ ഗൈസ് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ഒരു റഷ്യൻ ഐറ്റം ആണ്, റഷ്യൻ യോഗട്ട്. ഓക്കെ, ബർഗർ തിന്നപ്പോ പിന്നെ ഇതാക്കി പോയി. ഇതാക്കാം. ഓക്കെ, ഇതില് ഞാൻ ജയിക്കും. കാണാം നമുക്ക് ആരെ ജയിക്കാൻ. ഇല്ല, സ്റ്റാർട്ട് ആയില്ല. ഇതാദ്യം പ്രിപ്പയറിംഗ് ആണ്. എങ്ങനെ വേണേ കുടിക്കാട്ടോ, സ്ട്രോ ഇട്ട് കുടിക്കാം, സ്ട്രോ ഇല്ലാണ്ട് കുടിക്കാം, അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്.
ഓക്കെ, പൊട്ടിച്ച് വെച്ചോ. ഓ ഓൾറെഡി പൊട്ടിച്ച് വെച്ചില്ലേ? ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. ഒന്നും ശ്വാസം കിട്ടില്ല. എനിക്ക് ശ്വാസം കിട്ടാത്ത കുഴപ്പമില്ല. ഞാൻ തീർത്ത് ഒന്നും കൂടി തീർക്കാം. എന്റെ ബാക്കിയുണ്ട്. ഞാൻ തീർത്ത്. അയ്യോ, ഇതെന്താ? ഞാൻ ജയിച്ചു. എനിക്ക് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാ ഞാൻ വായക്കൂട്ടിയാണ് കൂടുതൽ ശ്വാസം എടുക്കാറ്. അതുകൊണ്ട് മാത്രമേ ജയിച്ചു. അപ്പം പോയിന്റ് 1 each. 1 ഗൈസ്, അടുത്ത ചാലഞ്ച് നമ്പർ 3. യെസ്, അതായത് റഷ്യൻ ഡോണറ്റ്. നമ്മളെ നാട്ടിലത്തെ സവാള വട. അങ്ങനല്ല, നാട്ടില് സവാള വട എന്ന് വിചാരിച്ച് നമ്മൾ ഈ ഡോണറ്റ് വന്ന് കഴിക്കും. എല്ലാവരും 3 2 1 ഗോ. ഇതെങ്ങടെ പോകുന്നേ? അടിയില് ഓട്ടുണ്ട്. ഇവിടെ എന്നെ സംസാരിപ്പിച്ചിട്ട് എന്റെ തീറ്റ കുറച്ചുള്ള പ്ലാൻ അതിന്റെ ഓള് തിന്ന എന്റെ അതെന്നറിയാം. ഇറങ്ങണം. സിന്ധു ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടേരും. ആൾ ഫസ്റ്റ് ഇറക്കുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞേ കഴിഞ്ഞോ? അത് അത് ആരതിച്ച് കഴിച്ചു. തീറ്റ പന്താണ് കഴിച്ചു. നെക്സ്റ്റ് ഐറ്റം ചാലഞ്ച് നമ്പർ 4. ഇത് കുഞ്ഞ് ഐറ്റം ആണ് കേട്ടോ. ഇനി ഇത് കഴിക്കാൻ ഇതെന്താണെന്നറിയോ? ഇതിന്റെ തോല് കളയണല്ലോ ആദ്യം. ഇത് ഞെട്ടി വേണ്ട. അപ്പൊ സ്റ്റാർട്ട് അടിക്കും. ആയില്ല, ഞെട്ടി ഇതിന്റെ ഉള്ളിൽ കുരുണ്ടോ? ഇല്ല, ഓർമ്മയില്ല. ഇത് തോലോട് കൂടി തന്നെയാണ് കഴിക്കണ്ടേ. അപ്പം 1 2 3 സ്റ്റാർട്ട്. ഇത് തോലോട് കൂടി ഒന്നല്ല. എന്ത് ചോദിച്ചു? ടേസ്റ്റ് ഉണ്ടോ ചോദിച്ചാൽ ടേസ്റ്റ് ഇല്ല. എന്നാ രസമുണ്ടോ? അതല്ല. ബുദ്ധിമുട്ടുണ്ടോ കഴിക്കാൻ? അതുമില്ല. ഇതിന്റെ വിന്നർ ഞാൻ തന്നെ.
ഓക്കെ ഗൈസ് 2 പോയിന്റ് ഈച്ച് കേട്ടോ. 2 പോയിന്റ്. ലാസ്റ്റ് ചാലഞ്ച് ക്രൂഷ്യൽ വൺ. 2 പോയിന്റ് ആയോ? എന്നാ വിട്ടുകൊടുക്കരുതല്ലോ. അങ്ങനെ ഇടാൻ പറ്റില്ല. ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചലഞ്ച്, നെയ്ച്ചോർ ചലഞ്ച്. നെയ്ച്ചോർ ചലഞ്ച്. സംഗതി നെയ്ച്ചോർ അല്ലായിരുന്നു. ഞങ്ങളിതാ പഴം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പഴം കഴിക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. ഓൾറെഡി ഞങ്ങളെ ഗ്യാപ്പില്ല. ഇല്ല, പഴം കഴിക്കുന്ന എനിക്ക് ലാഭം. പക്ഷെ ഇന്നിപ്പോ രാത്രി 8:30 കഴിഞ്ഞിരിക്കണം ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഈ ഫുഡ് ആരും കഴിക്കില്ല, ഇതിവിടെ വേസ്റ്റ് ആവും. ഓക്കെ, അതുകൊണ്ട് നമ്മള് നെയ്ച്ചോർ ചലഞ്ച് ആക്കി. നമുക്ക് കഴിക്കും ചെയ്യാം. ഇതിലെങ്കിലും തോറ്റു തരുമോ പ്ലീസ്? ഒരു രക്ഷയില്ല. ഇതിപ്പോ 2 പോയിന്റാ. അപ്പൊ ആദ്യം കറി വയ്ക്കട്ടെ. ഇവിടെ വേറെ സ്പൂൺ ഇല്ലാത്തോണ്ട് കേട്ടോ, നിങ്ങളിത് കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത്. എനിക്ക് ശിങ്കുവിന് എല്ലുള്ള പീസാണ് ഇഷ്ടം. എല്ലില്ലാത്ത കിട്ടോ? മതി എനിക്ക്. ഇതില് കോംപ്രമൈസ് ഇല്ല കേട്ടോ. അവിടെ പണിയെടുക്കേണ്ടി വരിക. തോറ്റു തരുമോ? ഒരു തോൽവിയില്ല. ഞാൻ പോത്തും കുട്ടിയല്ലേ. പോത്തും കുട്ടി തുടങ്ങിയാ? ഇല്ല, തൊട്ടിട്ടില്ല. അപ്പം 3, 2 3, 2, 1 ഗോ. അതൊന്നുമില്ല, സമയം പോവാ. മുള്ളൊക്കെ സമയം പോവാണേ. ഞാൻ തിന്നോളൂ. എനിക്ക് ചീന പറഞ്ഞില്ലാതെ ഫുഡ് ഇറങ്ങൂല. ഇങ്ങോട്ടൊക്കെയോ വീണ് പോകുന്നുണ്ട്. തോറ്റ് നമ്മൂടെ ഇതെന്താ? തോറ്റതാ. ഇപ്പൊ തോറ്റു രണ്ടെണ്ണം. ഇവിടുത്തെ പണി മൊത്തം ഞാനെടുക്കാൻ. ഈ ചീന പറക്കി തിന്നാനുള്ള ഗുണം തരാം. നല്ല എരിയും നല്ല ചോറും. കഴിഞ്ഞോ? പറ്റുന്നില്ല. തോറ്റു പറയും. പക്ഷെ ലാസ്റ്റ് മൂമെന്റ് ജയിച്ചാലോ? എന്താ ഉണച്ച് വരാം. നിങ്ങൾ ആന വായേ, എന്റെ ആന വായല്ല. ഫിനിഷ്. മിണ്ടൂല. മിണ്ടണ്ട, കുഴപ്പമില്ല. ചലഞ്ച് കഴിഞ്ഞു, വിട്ടേക്ക്. ചിക്കൻ എന്റെ വികാരമല്ല. ഓക്കെ, 5 ചലഞ്ച് കഴിഞ്ഞിരിക്കുകയാണ്. 3-2 ഞാൻ ജയിച്ചിരിക്കുകയാണ്. ഫൈൻമാൻ ജയിച്ചിരിക്കുകയാണ്. അതെന്താന്നറിയോ? നിങ്ങൾ ആന വായേ. അതെന്റെ ആന വയറൊക്കെ ഉണ്ടായിരുന്നു. വയറ് ഉണ്ണി. അയ്യോ, അത് വയറൊക്കെ വലുതായി. അപ്പം ഈ ചലഞ്ച് കഴിഞ്ഞ് ഇനി ഒറ്റ കിടത്തം. ഇനി ഒരാഴ്ച ഈ വീട്ടിൽ എനിക്ക് പണിയെടുക്കണ്ട. ഞാൻ എല്ലാ ആഴ്ചയും
എന്താ ശ്രദ്ധിക്കാൻ വരുന്നുണ്ടോ? ഇനി എല്ലാ ആഴ്ചയും ഓരോ ചലഞ്ച് ആയിട്ടേ വരും. ഞാൻ പണിയെടുക്കണ്ടേ? ഒരു കൈ സഹായം. നോ. അപ്പം ഓക്കേ ഗൈസ് അവേ ബൈ. പിന്നെ എങ്ങനത്തെ ചലഞ്ച് ആണെങ്കിൽ കാണണ്ടേന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യാ. എങ്ങനത്തെ വീഡിയോസ് ആണ്, ഇനി എന്തെങ്കിലും വെറൈറ്റി ചലഞ്ച് ഉണ്ടോന്ന് പറയാ. എനിക്ക് ശ്രദ്ധിക്കാൻ വരുന്നത്. അപ്പൊ നിങ്ങൾ അത് അറിയിക്കുക. അപ്പൊ ബൈ ഫ്രം